മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അഹമ്മദാബാദ് അപകടത്തിൽപ്പെട്ട AI-171 വിമാനത്തിന്റെ സമഗ്ര പരിശോധന അവസാനമായി നടന്നത് 2023 ജൂണിൽ എന്ന് വിവരം. വിമാനത്തിന്റെ വലതുവശത്തെ എഞ്ചിൻ ഈ വർഷം മാർച്ചിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും സ്ഥാപിച്ചിരുന്നു എന്നാണ് സൂചന. വിമാനത്തിന് കാര്യമായ എഞ്ചിൻ തകരാറോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാണ് എയർ ഇന്ത്യ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, 2 വർഷം മുൻപാണ് ഇതിന് സമഗ്ര പരിശോധന നടന്നിട്ടുള്ളത് എന്ന് പറയുന്നു. എഞ്ചിന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഡബിൾ എഞ്ചിൻ ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നതാണല്ലോ വന്നിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്നതാണ് ഇനിയിപ്പോൾ അതിൽ സമഗ്ര അന്വേഷണം അതിലൂടെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ടത്. അനുജ, ഈ വിമാനങ്ങളിൽ പൊതുവെ ഇത്തരത്തിലുള്ള കോംപ്രഹെൻസീവ് ചെക്ക് അഥവാ സി ചെക്ക് എന്ന് പറയുന്നത് ഈ ഷെഡ്യൂൾ പ്രകാരം, ഒരു നിശ്ചിത ഷെഡ്യൂൾ പ്രകാരം നടത്താറുണ്ട്. അതായത് ഒരിക്കൽ ആ ഷെഡ്യൂൾ പ്രകാരം സമഗ്ര പരിശോധന നടത്തിയാൽ അടുത്ത ഷെഡ്യൂൾ പ്രകാരമായിരിക്കും പിന്നീട് ഒരു സമഗ്ര പരിശോധന ഈ വിമാനങ്ങളിൽ നടത്താറ്. അപ്പോൾ ഈ നിലവിൽ ഈ അപകടത്തിൽപ്പെട്ട അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ 171 നമ്പർ വിമാനം, ആ വിമാനത്തിൽ അവസാനമായി അത്തരമൊരു സി ചെക്ക് അഥവാ സമഗ്രമായ പരിശോധന നടന്നിരിക്കുന്നത് 2023 ജൂണിൽ എന്നാണ് ഈ എയർ ഇന്ത്യ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ഈ ഷെഡ്യൂൾ പ്രകാരം, അതായത് ജൂൺ 2023 സമഗ്ര പരിശോധന നടക്കുന്നു. അടുത്ത ഷെഡ്യൂൾ പ്രകാരം നടക്കേണ്ടിയിരുന്നത്, ആ ഒരു സമഗ്ര പരിശോധന നടക്കേണ്ടിയിരുന്നത് ഈ വരുന്ന ഡിസംബറിലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വിമാനം അപകടത്തിൽപ്പെടുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ വിമാനത്തിൻ്റെ വലതുവശത്തെ എഞ്ചിനിൽ ചില നേരിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും ഈ എഞ്ചിൻ സ്ഥാപിച്ചിരുന്നു എന്നുകൂടി ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇടതുവശത്തെ എഞ്ചിന് ഒരു തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ നേരിട്ടിരുന്നില്ല എന്നതും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. എയർ ഇന്ത്യയുടെ തന്നെ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് ആണ് ഇത്തരമൊരു കോംപ്രിഹെൻസീവ് ചെക്കിംഗ് അഥവാ സമഗ്ര പരിശോധന ഈ വിമാനങ്ങളിൽ നടത്തുന്നത് എന്നുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എയർ ഇന്ത്യ പങ്കുവയ്ക്കുന്നത്, ഈ വിമാനത്തിന്, ഈ തകർന്ന വിമാനത്തിന് അങ്ങനെ ഒരു എഞ്ചിൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളോ നേരിട്ടിരുന്നില്ല എന്നുകൂടി അറിയിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അനുജ സൂചിപ്പിച്ചതുപോലെ ഈ അപൂർവമായ ഒരു ഡബിൾ എഞ്ചിൻ തകരാറ് എന്ന തരത്തിലേക്കുള്ള ഒരു സാങ്കേതിക പ്രശ്നം ആണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇനി എന്തായാലും ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് വീണ്ടെടുത്തിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധിക്കുന്ന ഘട്ടത്തിലായിരിക്കും എന്താണ് ഇതിന് ഈ വിമാനത്തിന് പറ്റിയത് എന്ന സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഒഴിവാക്കാൻ സാധിക്കുക, അതിൻ്റെ കാരണം, വിമാനം തകർന്നതിൻ്റെ കാരണം മനസ്സിലാക്കാൻ സാധിക്കുക. ശരി, അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. സമഗ്ര പരിശോധന നടന്നത് 2 വർഷം മുൻപാണ്. കാര്യമായ എഞ്ചിൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് എയർ ഇന്ത്യയുടെ അവകാശവാദം.